മുരിങ്ങൻ്റെ ഇല കിട്ടുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് കുറച്ച് മുരിങ്ങൻ്റെ ഇല ഒന്ന് ഈരിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. മാവ് ചെറുതായിട്ട് ചൂടാറിയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുരിങ്ങയില കഴിക്കാത്തവരും തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ മുരിങ്ങയില. പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ഇതുപോലെ കപ്പ് ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻഡസ് വാലിയുടെ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇഡ്ഡലി മേക്കറാണ് കേട്ടോ. ഇത് 100% ടോക്സിൻ ഫ്രീ ആണ്, നോൺ റിയാക്റ്റീവ് നാച്ചറാണ്, വെർസ്റ്റൈൽ കുക്ക് വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ദൂഷ്യഫലങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഇഡ്ഡലി മേക്കർ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ 5 പ്ലേറ്റ്സ് വരുന്നുണ്ട്. 2 ഇഡ്ഡലി പ്ലേറ്റ്സും 1 നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമിംഗ് പ്ലേറ്റും പിന്നെ 2 ഈ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന 2 പ്ലേറ്റ്സും വരുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാങ്ങിക്കുന്ന സമയത്ത് മാജിദ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 12% കൂടെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതവിടെ കുക്കായി വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു സമയം വേവിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു കപ്സും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എള്ള് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പോട്ടിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് മുരിങ്ങൻ്റെ ഇലയുടെ ഒരു ഫ്ലേവറൊന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. 3 നേരത്തായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ് സ്നാക്കിനായാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായി ഇനിയും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.